നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ആശ വർഗീസ് പദ്ധതിയുടെ ലക്ഷ്യം, രോഗപ്രതിരോധം, രോഗനിർണയം എന്നിവയെക്കുറിച്ച് അവബോധം നൽകി. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഉറവിടം തേടി എന്ന പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ നിർവഹിച്ചു. ഉറവിടം തേടി എന്നുള്ള പരിപാടി ഞങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ വാർഡിലും രാഹുലിൻ്റെ വാർഡിലും അതിനെ സംബന്ധിച്ച് എല്ലാ വാർഡിലും ഞങ്ങൾ നേരത്തെ തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഫണ്ട് എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച്, കാരണം ജനസാന്ദ്രത കൂടുതലുള്ള പഞ്ചായത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഒരു മോഹമായിരിക്കും. എങ്കിലും എല്ലാം നേരത്തെ കൂട്ടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ എല്ലാ പരിപാടിയും തുടങ്ങിയിരുന്നു. വൈസിനെ സംബന്ധിച്ച് ഈ വാർഡിൽ ഇങ്ങനെ ഒരു വാർഡ് തല ഉദ്ഘാടനം വെച്ചതിൽ വൈസിനോട് ഞാൻ ആദ്യമേ അഭിനന്ദനം പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഉറവിടം തേടി മഴക്കാല പൂർവ്വ ശുചീകരണം വാർഡ് തല ഉദ്ഘാടനം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ രാഹുൽ തങ്കപ്പൻ ആമുഖ പ്രഭാഷണം നടത്തി. മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയിടുന്നതിനായി എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് പ്രസിഡന്റ് സനീറ നസീർ അറിയിച്ചു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന പൊതുസ്ഥലത്തെ തണൽ മരങ്ങളിലെ ചില്ലകൾ വെട്ടുക, രാത്രികാലങ്ങളിലെ സുരക്ഷയ്ക്കായി വഴിവിളക്കുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക, വഴിയോരങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കുക, വെള്ളക്കെട്ട് തടയുക എന്നീ മാർഗങ്ങൾ ഒരു വാർഡിൽ മാത്രം ഒതുക്കാതെ എല്ലാ വാർഡിലും നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരം പറഞ്ഞു. പ്രദേശത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ നമ്മുടെ പഞ്ചായത്തിൽ ആശാവർക്കർമാരുടെ എല്ലാ കഠിന പ്രയത്നം കൊണ്ടും അതുപോലെ മറ്റുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകളും പോഷക സംഘടനകളും എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ മലിനമുക്തമാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പരിശോധിച്ച് നോക്കിയാൽ ഇതുവരെയും നമ്മളുടെ പഞ്ചായത്തുകളിൽ വാർഡ് തല ശുചീകരണ ഫണ്ടുകളൊന്നും കൃത്യമായിട്ട് എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും അതാത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും കാലേക്കുട്ടി തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാനകോരലടക്കം എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിറപ്പടി ഹോമിയോ ഡോക്ടർ ആശ വർഗീസ് പദ്ധതിയുടെ ലക്ഷ്യം, രോഗപ്രതിരോധം, രോഗനിർണയം എന്നിവയെക്കുറിച്ച് അവബോധം നൽകി. പൊതുപ്രവർത്തകരായ ഷമീർ പാർപ്പാട്ട്, അബു കമല, ഷെരീഫ് കൊട്ടാരം, ഹമീദ് കൊട്ടാരം, ഹാജി ഹസൻ ചെക്കൻ താഴം, ഷെഹാബ് പക്കാട്ട്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സെറീന സത്താർ, തൊഴിലുറപ്പ് മേറ്റ് ജമീല ആലിയ മുഞ്ചക്കൽ, ആശാപ്രവർത്തക സെമി ബെന്നി എന്നിവർ പങ്കെടുത്തു. അതിൽ നമ്മൾ പോയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകിയാൽ മൂക്കിലൂടെയാണ് ഈ അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നതും അത് നമ്മുടെ ബ്രെയിനിനെ, തലച്ചോറിനെ ബാധിക്കുകയും വളരെ പെട്ടെന്ന് അത് മരണത്തിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. പക്ഷെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരിലും നമുക്കൊരു ഈ വെള്ളത്തിൽ നിന്ന് കൈ കഴുകി എന്ന് വെച്ചുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. പക്ഷെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ച് കഴുകുമ്പോൾ മൂക്കിക്കടെ ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും മരണത്തിലേക്ക് നയിക്കുന്ന മെനിഞ്ചൈറ്റിസിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ആ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. മലിനമായിട്ട് കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി കൈയും മുഖവും കഴുകാനായിട്ട് ആരും ഇടയാക്കരുത്. വളരെ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലുള്ളതാണ് ഈ ഒരു പ്രശ്നം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.